ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാലാവസ്ഥാ മാറ്റവും പേമാരിയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഓരോ വ്യക്തിയുടെയും ഉറക്കം കെടുത്തുന്ന കാലമാണ്. സംസ്ഥാനം മഴക്കെടുതിയിൽ വലയുകയാണ്. വിദഗ്ധർ പറയുന്നതനുസരിച്ച് പ്രളയമഴയ്ക്ക് കാരണം പ്രാദേശിക ലഘു മേഘവിസ്ഫോടനങ്ങളാണ്. ഓഗസ്റ്റ് 1-ന് 20 സെന്റിമീറ്റർ മഴയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ പലയിടത്തും 30 സെന്റിമീറ്റർ വരെ മഴ പെയ്തു. അങ്ങനെ പ്രതീക്ഷിച്ചതിലും വളരെയേറെ മഴ ചെറിയ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് പെയ്തിറങ്ങുന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. പല സ്ഥലങ്ങളിലും കലിതുള്ളിയാണ് മഴ പെയ്തത്. അതിനാൽ തുടരുന്ന മഴക്കലിയിൽ നാശനഷ്ടങ്ങൾ കുറേയധികം റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ വാർത്തകളിലാകട്ടെ ഒട്ടും കേട്ടുപരിചയമില്ലാത്ത പല വാക്കുകളും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. സാധാരണ മൺസൂൺ കാലത്ത് വിവിധ മഴ മുന്നറിയിപ്പുകൾ എത്താറുണ്ട്. എന്നാൽ കേരളത്തെ വെള്ളത്തിൽ മുക്കിയ പ്രളയത്തിനിടയിൽ ഏറ്റവും അധികം നാം കേട്ട വാക്കുകളാണ് റെഡ്, ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ. ഇത്തരത്തിൽ അലേർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അറിയുമോ നിങ്ങൾക്ക് വിവിധ നിറങ്ങളിലുള്ള ഈ അലേർട്ടുകൾ യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന്? ചുരുക്കി പറഞ്ഞാൽ, അന്തരീക്ഷത്തിൽ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുടെയും മഴയുടെ ലഭ്യതയിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചും അവയുടെ അപകട സാധ്യതയുടെ വ്യാപ്തിയും കുറിച്ചാണ് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരം വിവിധ നിറത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതും ഓരോ പ്രദേശത്തെ ജനങ്ങൾക്കും വ്യത്യസ്തമായ മുന്നറിയിപ്പാണ് നൽകുക. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് സാധാരണയായി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളപ്പോഴാണ്. അതിതീവ്ര മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ടാണ്. ഇനി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ കർശന സുരക്ഷാ നടപടികളും ഒരുക്കണം. അതിന്റെ ഭാഗമായി ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറ്റി താമസിപ്പിക്കണം. കൂടാതെ മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ ആവശ്യമെങ്കിൽ നിർബന്ധമായും മാറ്റി താമസിപ്പിക്കണം. ഇതിനൊപ്പം റെഡ് അലേർട്ട് നൽകിയാൽ രക്ഷാസേനയെ വിന്യസിക്കുക, ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങളും ദൗത്യങ്ങളും അതിവേഗത്തിൽ ജാഗ്രതയോടെ ചെയ്യേണ്ടതുണ്ട്. ഇനി ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളപ്പോഴാണ്. അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുന്ന കാലാവസ്ഥയാണ്. അത് ജാഗ്രതാ മുന്നറിയിപ്പാണ് ഈ അലേർട്ടിലുള്ളത്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചാൽ സുരക്ഷാ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കാനും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഘട്ടം അത്രത്തോളം ശ്രദ്ധയോട് വേണം ചെയ്യാൻ. അതായത് എമർജൻസി കിറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി നിൽക്കണം. അധികൃതർ രക്ഷാസേനകളോട് തയ്യാറെടുക്കാനും ആവശ്യപ്പെടുകയും ചെയ്യണം. ക്യാമ്പുകൾ തയ്യാറാക്കുകയും ചെയ്യണം. ഇനി യെല്ലോ അലേർട്ട്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ശരിക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളപ്പോഴാണ്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സമയമാണ് യെല്ലോ അലേർട്ട്. ഈ മുന്നറിയിപ്പിൽ കാലാവസ്ഥാ മാറ്റത്തെ കരുതലോടെ നിരീക്ഷിക്കണം. അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. റെഡ്, ഓറഞ്ച് അലേർട്ട് പോലെ ഭയപ്പെടേണ്ട സാഹചര്യം യെല്ലോ അലേർട്ടിനില്ല. പക്ഷേ മുന്നൊരുക്കങ്ങൾ നടത്താം. അടുത്തത് ഗ്രീൻ അലേർട്ടാണ്. ഈ മുന്നറിയിപ്പിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.